ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അപ്സ്റ്റോക്സിൽ എങ്ങനെ ഏറ്റവും പുതിയ രീതിയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്സ്റ്റോക്സിൽ നമുക്ക് ഫ്രീ ആയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജും അപ്സ്റ്റോക്സ് ഈടാക്കുന്നതല്ല. അതുപോലെ തന്നെ യാതൊരുവിധ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജും അപ്സ്റ്റോക്സ് ഈടാക്കുന്നതല്ല. ഇനി നമുക്ക് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അപ്സ്റ്റോക്സിൻ്റെ വെബ്സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ വെബ്സൈറ്റിൽ എത്തിച്ചേരുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഏറ്റവും താഴെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ആ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTPയോട് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തത് ക്രിയേറ്റ് 6 ഡിജിറ്റ് പിന്നാണ്. ഒരു 6 അക്ക ഒരു പിന്ന് നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. പിന്ന് ഒരു 6 അക്ക പിന്നോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളെപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. പിൻ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ നേരത്തെ എടുത്ത് വിളിച്ച പിൻ നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്തെടുത്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഐ വിൽ ടൈപ്പ് മൈ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂ ജിമെയിൽ. അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTPയും ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത് നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസാണ്, പേഴ്സണൽ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ആൻഡ് മിഡിൽ നെയിം, നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് മിഡിൽ നെയിം കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അത് നിങ്ങളുടെ പേര് കൊടുക്കുക. ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ഇനീഷ്യൽ കൊടുത്താൽ മതി. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസാണ്. എൻ്റർ യുവർ പാൻ, അതിൽ പാൻ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഡേറ്റ് ഓഫ് ബർത്തും തെറ്റുകൂടാതെ പാൻ കാർഡിൽ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത യുവർ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആണ്. ലെസ് ദാൻ 1 ഇയർ ആണ് എല്ലാ ബിഗിനേഴ്സും കൊടുക്കേണ്ടത്. കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. യുവർ ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ബിലോ 1 lakh ആണ് ബിഗിനേഴ്സ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിന് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. യുവർ ഒക്യുപ്പേഷൻ, നിങ്ങളുടെ ജോലി എന്താണ് ചോദിക്കുന്നുണ്ട്. അതിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ, ഗവൺമെൻറ് സെക്ടർ, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത് പ്ലീസ് സജസ്റ്റ് യുവർ ജെൻഡർ എന്നുണ്ട്. മെയിലാണോ ഫീമെയിലാണോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മാരീഷ്യൽ സ്റ്റാറ്റസ് സിംഗിൾ ആണോ മാരീഡ് ആണോ ആ ഓപ്ഷനും സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഡിക്ലറേഷൻ ഫോർ യുവർ അപ്സ്റ്റോക്സ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ 4 ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. 4 ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യണം. അടുത്തത് നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ ഡിജിറ്റലി എന്ന ഓപ്ഷൻ ഉണ്ട്. സൈൻ ഡിജിറ്റലി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാവുന്നതാണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതുകൊണ്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അടുത്ത് നിങ്ങളുടെ കൺഫേം യുവർ കറസ്പോണ്ടൻ്റ് അഡ്രസ്സാണ്. അത് അഡ്രസ്സ് പാൻ കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്യുക. അതല്ലെങ്കിൽ യൂസ് എ ഡിഫറെൻറ്റ് അഡ്രസ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അടുത്ത് ലെറ്റ്സ് ടേക്ക് എ സെൽഫി. അത് നിങ്ങളുടെ സെൽഫി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനാണ്. മിററൊന്നും വെച്ച് കണ്ണാടിയോ ഗ്ലാസ് ഒന്നും വെച്ചിട്ട് ഫോട്ടോ എടുക്കരുത്. അപ്പോൾ ടേക്ക് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതോടെ അലോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടേക്ക് എ പിക്ചർ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആവും. ഇതുപോലെ നിങ്ങളുടെ ഫേസ് ആക്കിയിട്ട് ക്ലിക്ക് കൊടുക്കുക. അടുത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വെരിഫൈ വിത്ത് UPI വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് വരും. അല്ലെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് മാനുവലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. വെരിഫൈ വിത്ത് UPI ആണ് ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പം. ആഡ് ഡീറ്റെയിൽസ് മാനുവലി എങ്ങനെയാണ് മാനുവലായിട്ട് ആഡ് ചെയ്യാമെന്ന് കാണിക്കാം. എൻ്റർ യുവർ അക്കൗണ്ട് നമ്പറാണ് ആദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പാസ്ബുക്കിൽ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി റീ എൻ്റർ ചെയ്യുക. IFSC കോഡ് ഇതെല്ലാം പാസ്ബുക്കിൽ കിട്ടുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് പ്രകാരം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ബാങ്ക് അക്കൗണ്ട് ടൈപ്പ്. സേവിങ്സ് ഉണ്ട്, കറണ്ട് ഉണ്ട്. എല്ലാവരുടെയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. സേവിങ്സ് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ
ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമുക്ക് അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്രൂഡ് ഓയിൽ, നിഫ്റ്റി ഇതിലൊക്കെ ട്രേഡ് ചെയ്യുക, അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്ലോഡ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അത് നിങ്ങൾക്ക് പിന്നീടായാലും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഡ് നോമിനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നീടായാലും ആഡ് ചെയ്യാം, എപ്പോഴായാലും കുഴപ്പമില്ല. ആഡ് നൗ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം. അത് നമുക്ക് പിന്നീടായാലും ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആഡ് ലേറ്റർ എന്നുള്ള കൊടുത്ത് നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. വെരിഫൈ യുവർ അപ്ലിക്കേഷൻ വിത്ത് ആധാർ എന്നുള്ള ഓപ്ഷനാണ്. സൈൻ അപ്ലിക്കേഷൻ, നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ ഫോമിലൊക്കെ സൈൻ ചെയ്ത് അയക്കുന്നതിന് പകരം ഇവിടെ ഓൺലൈനിൽ ആയി സൈൻ ചെയ്യുന്ന പ്രോസസ്സാണിത്. ഇതിൽ സൈൻ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഈ സൈൻ നൗ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അടുത്ത ആ ബോക്സ് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ NSDL സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. VID ആധാർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലൊരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്യണം. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. ആ OTP ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് വെരിഫൈ OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇവർ പറയുന്നത് മാക്സിമം 3-4 ഡേയ്സ് ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് യൂസർ IDയും പാസ്വേഡും വരുന്നതാണ്. ഏറ്റവും താഴെ വ്യൂ യുവർ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫില്ല് ചെയ്ത നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.